മോദി ഒരു നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രഭാവി ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അണ്ണൻ. Modi is a great man. He loves Trump. I don't want to destroy his political career. പക്ഷെ രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. അധികാരമോഹികൾ ജനങ്ങളെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അത്രത്തോളം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഭരിക്കുന്ന രണ്ട് അധികാരമോഹികൾ. പക്ഷെ ഞാൻ പറയാൻ വന്നതൊന്നുമല്ല. മോദി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഏജന്റ് ആണ്. എങ്ങനെയാന്നല്ലേ, ഇതൊന്ന് കണ്ടാൽ മതി. നരേന്ദ്രമോദി ശരിക്കും ഇന്ത്യ പ്രധാനമന്ത്രിയല്ല, വെറും ഒരു ബിസിനസ് ഏജന്റ് മാത്രമാണ്. എന്താ വിശ്വാസം വരുന്നില്ലല്ലേ? സാരമില്ല, വീഡിയോ മുഴുവനായി കാണുമ്പോൾ മനസ്സിലാക്കും. ജൂൺ 2015 മോദി ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്ററെ കാണാൻ പോകുന്നു. അതേ വർഷം ആഗസ്റ്റിൽ അദാനിക്ക് എനർജി പവർ കോൺട്രാക്ട് ലഭിക്കുന്നു. മാർച്ച് 2017 മലേഷ്യൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച. അതേ വർഷം ഏപ്രിൽ അദാനിക്ക് മെഗാ പോർട്ട് കണ്ടെയ്നർ ഡീൽ ലഭിക്കുന്നു. ജനുവരി 2018 ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററെ കാണുന്നു. അതേ വർഷം ഡിസംബറിൽ ഇസ്രായേലുമായി ഡ്രോൺ പ്രൊജക്ടിൽ അദാനി ഒപ്പുവെക്കുന്നു. ജൂൺ 2018 സിംഗപ്പൂർ പ്രൈം മിനിസ്റ്ററുമായിട്ടുള്ള മീറ്റിംഗ്. തുടർന്ന് സിംഗപ്പൂർ കമ്പനി അദാനി പോർട്സിൽ 1000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. ഫെബ്രുവരി 2020 ശ്രീലങ്കൻ പ്രൈം മിനിസ്റ്ററുമായുള്ള കൂടിക്കാഴ്ച. അതേ വർഷം ജൂലൈയിൽ അദാനിക്ക് ശ്രീലങ്കൻ പോർട്ടിൽ ഓപ്പറേഷൻ നടത്താനുള്ള അനുമതി ലഭിക്കുന്നു. ജൂൺ 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രൈം മിനിസ്റ്ററെ പോയി കാണുന്നു. ജനുവരി 2024 നേപ്പാൾ പബ്ലിക് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അനുമതി അദാനിക്ക് ലഭിക്കും. ഒക്ടോബർ 2023 ടാൻസാനിയയുമായുള്ള കൂടിക്കാഴ്ച. മെയ് 2024 ടാൻസാനിയയിലെ ദാറുസലാം പോർട്ട് ഓപ്പറേഷനുള്ള അനുമതി 30 വർഷത്തേക്ക് അദാനി ഏറ്റെടുക്കുന്നു. ഇവിടെയും തീരുന്നില്ല. ജൂലൈ 2024 പ്രധാനമന്ത്രി വിയറ്റ്നാം പ്രൈം മിനിസ്റ്ററെ പോയി കാണുന്നു. അതേ മാസം തന്നെ വിയറ്റ്നാം ഗവൺമെന്റ് അനൗൺസ് ചെയ്യുന്നു എയർപോർട്ടിൽ അദാനി ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണും അദാനി എന്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനിൽ എത്തിപ്പെട്ടു വന്നു. ഇതുതന്നെയാണ് രാഹുൽ ഗാന്ധി വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രത്തലവൻ ഒരു വ്യക്തിക്ക് വേണ്ടി അഹോരാത്രം വിശ്രമമില്ലാതെ പണിയെടുക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം വിജയിക്കാതിരിക്കുക? നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഈ ആത്മാർത്ഥതയെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണും? ഇത്തരം പച്ചയായ സത്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയാൻ കൂടുതൽ ആളുകളൊന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക.